ഇത് വിവാഹ വാർഷികം പ്രമാണിച്ചുള്ള സ്പെഷ്യലാണ്. എനിക്ക് നട്ടൊരു ദിവസം ഇജാതി പാട്ടുകളായി വയലിൽ വരുള്ളൂ. അങ്ങനെ അപ്പുറത്തെ വലിയ സ്നേഹമുള്ള നെയ്ബറിന് കൊടുത്തിട്ട് വരാം. പായസമോ? നട്ടുച്ചയ്ക്കാന്നുള്ള ഞെട്ടലാണ് അവൻ്റെ മുഖത്ത്. ചേട്ടൻ കൊടുത്തപ്പോൾ ചേട്ടൻ കോരി തരട്ടെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹപ്രകടനവും കാണിക്കാൻ തുടങ്ങി. പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയ കാരണം മഴ പണി പാലും വെള്ളത്തിൽ തന്നെ തന്നു. പിന്നെ നമുക്ക് രണ്ടുപേർക്കും പനിയുടെ സീസൺ ആയിരുന്നുകൊണ്ട് പെൻഡിങ്ങിൽ വെച്ച മൂവിയാണിത്. നമ്മൾ ഇന്ന് ബസ്മൻ തീർത്ത് പോയി കണ്ടു. എനിക്ക് പൊതുവേ സ്ലോ പേസ് സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കാസ്റ്റിങ്ങും എല്ലാം ഒരുപാട് ഇഷ്ടമായി. പുറത്തിറങ്ങിയപ്പോൾ എന്തോ ക്ലിയറൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ എന്തോ ഒരു സൈഡ് വലി പോലെ അങ്ങോട്ട് പോയി. ഏതാണ്ടൊരു ചൊല്ലുണ്ടല്ലോ, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറയും പോലെ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കിയത് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എടുത്തോളൂ എന്ന്. വെറുതെ ആണോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ആരെങ്കിലും കിട്ടിയ ചാൻസിൽ ഞാൻ അങ്ങ് ചുളുവിന് ഇതങ്ങ് എടുത്തായിരുന്നു. പിന്നെ നേരെ ശംഖുമുഖം വിട്ടുപിടിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ ഏത് കുട്ടിച്ചാത്തൻ എടുത്തുകൊണ്ട് പോയെന്ന് അറിയാൻ പറ്റും. ഭാഗ്യത്തിന് ഈ 2-3 കിട്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിന്നെയൊക്കെ ആരും ഹാക്ക് ചെയ്യാനെന്ന്. അതെ, പ്രീമിയം ഒന്നും അടയ്ക്കാതെ അൺലിമിറ്റഡ് ഗാനമേള എൻ്റെ പക എപ്പോഴും കാണും. പക്ഷേ ചേട്ടൻ പറഞ്ഞ് വിശന്ന് കരയെന്ന് വിളിക്കണതല്ലേ മനസ്സിലായി, നമുക്ക് കഴിക്കാൻ പോകുന്നു. ബീഫ് റോസ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് പൊറോട്ടയും ചിക്കനും മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ മൊത്തം ബീഫ് റോസ്റ്റിൻ്റെ അങ്ങോട്ടാണ്. കാരണം ഒരു വട്ടം കഴിച്ചതേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ 3-4 തവണയൊക്കെ ഞാൻ അതിൽ നിന്ന് വാരിയെടുത്ത്. നമ്മുടെ തീറ്റയുടെ സ്പീഡ് കണ്ടിട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് റോഡിൻ്റെ അപ്പുറത്ത് നിന്ന് പട്ടിയുടെ കണ്ണൂരെ തള്ളി ആഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ആരടാന്ന്. എനിക്ക് ഈ പട്ടിയും പൂച്ചയൊക്കെ വന്നിങ്ങനെ നോക്കിക്കൊണ്ടെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഫുഡൊക്കെ ബാക്കി വന്നൊക്കെ ഞാൻ പറഞ്ഞു അവരിന് പാഴ്സൽ ചെയ്യാൻ. പിന്നെ എക്സ്ട്രാ ഫുഡും കൂടെ ആവശ്യം നമ്മൾ പോയി. അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു മിയാവ് വഴി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കവറിൻ്റെ ബാക്കിൽ വന്നു. ഇനി ഞാൻ എൻ്റെ പട്ടി ശാസ്ത്രീയമായി വിളിക്കുന്നതാണ്. പറഞ്ഞോടാ മക്കളെ സിഗ്നൽ. ഓ ഓക്കെ. അഞ്ജലി 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 പൊന്മണി 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 അമ്മമ്മ പെള്ളൈക്കനി മിയാവ് മിയാവ് പോണ. ഓക്കെ നെക്സ്റ്റ്. ഓ ഞാൻ പോണേണ് വെറുതെ ഉറക്കൊഴിച്ച് സമയം കളഞ്ഞ്. തോന്നുന്നു ക്രിസ്മസ് ലൈറ്റാ. പോയി കിടന്ന് ഉറങ്ങു പെണ്ണേ. ഞാനും പോട്ടെ. ബൈ ബൈ.